ഇന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഉമ്മറത്തൊക്കെ ഇരുന്നു. അതിനുശേഷം ഋതുവിന് ക്ലാസ്സുള്ള ദിവസമാണല്ലോ. അപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോയി ചോറൊക്കെ ഇറക്കി വെച്ചു. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഗോതമ്പ് ദോശയും സാമ്പാറും നല്ല കോമ്പിനേഷനാണ്, നമുക്ക് അത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ വെച്ചു. അപ്പോൾ ഞങ്ങളുടെ സ്റ്റൗവിൻ്റെ സൈഡിലാണ് കേട്ടോ ജനലുള്ളത്. അപ്പോൾ അത് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ വീടിൻ്റെ മുറ്റാണ് കേട്ടോ കാണുക. അപ്പോൾ ഇന്ന് മഴയുള്ള ദിവസമായ കാരണം കൊണ്ട് ആ ജനൽ തുറന്നിട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മഴവെള്ളമൊക്കെ മതിലിൻ്റെ മീതെ വന്ന് വീഴണ കാണാൻ നല്ല രസമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ അതൊക്കെ? എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അതിൻ്റെ ഇടയിൽ ഋതുവിനെ എണീപ്പിക്കാനുള്ള യുദ്ധമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സൈഡിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവ അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കും. വീണ്ടും ആ പുതപ്പൊന്ന് മാറ്റും. അപ്പോൾ വീണ്ടും അവനത് എടുത്ത് മൂടും കേട്ടോ. അങ്ങനെ അവൻ എണീറ്റ് വന്ന് അവൻ്റെ പല്ലത്തേപ്പും കുളിയും ചായക്കൂടിയും കഴിഞ്ഞിട്ട് അവൻ യൂണിഫോം കെട്ടിയിരിക്കുന്ന സമയത്താണ് കേട്ടോ ഏട്ടൻ അമ്പലത്തിൽ പോയി വന്നത്. ഏട്ടൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് കേട്ടോ പോയത്. അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയി വന്ന് അവന് കൂറിയൊക്കെ തൊട്ട് കൊടുത്ത് അമ്പലത്തിലത്തെ പൂവൊക്കെ ചുവട്ടിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. അവനിതൊക്കെ ചെയ്ത് കൊടുക്കണ്ട വെച്ചാൽ വലിയ ഉഷാറൊന്നുമില്ല. കാരണം ഇന്ന് സ്കൂളിലേക്ക് പോകാനല്ലോ, അവൻ ചെറിയ മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അങ്ങനെ ഒരു വിധമൊക്കെ സെറ്റായി വന്നു. അവന് സ്കൂളിൽ പോകുന്ന സമയത്ത് ചെറിയൊരു തൂളൽ അപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ വേഗം ഒരു കുടയൊക്കെ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അത് ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറക്കണേൻ്റെ ഇടയിൽ അവൻ്റെ സ്കൂൾ വണ്ടി വന്ന് അവൻ അങ്ങനെ കയറിപ്പോയി കേട്ടോ. കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഋതുവിനെ എനിക്ക് സ്കൂളിൽ പറഞ്ഞേക്കണ ഒരു ടൈം എന്ന് പറയുന്നത് ടാസ്ക് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നിങ്ങൾ അങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് അവന് ഫുഡ് കൊടുക്കുന്ന കാര്യം, അവൻ തീരെ ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ മണിക്കൂറോളം ഇരുന്നിട്ട് വേണം ഞാൻ എന്തെങ്കിലും അവന് ഭക്ഷണം കഴിപ്പിച്ച് വിടാനായിട്ട്. അങ്ങനെ ഋതു പോയപ്പോൾ ഞാൻ ആ ഗേറ്റൊക്കെ അടച്ചു വന്നു. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടോ. അപ്പോൾ മത്തിയാണ് കേട്ടോ കിട്ടിയത്. അമ്മ അപ്പോൾ കറി വയ്ക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അപ്പോൾ വേഗം അമ്മ മീനൊക്കെ നന്നാക്കി അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഋതുവിനെന്ന് വെച്ചാൽ മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് 2 കഷ്ണം മീൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് രാത്രി മീൻ വറുത്തത് കൂട്ടിയിട്ട് ചോറുണ്ണാലോ. മീൻ വറുത്തതൊക്കെ ഉണ്ടെച്ചാലാണ് കേട്ടോ പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അങ്ങനെ മീൻ കൂട്ടാൻ്റെ മസാലയൊക്കെ തിളച്ച് വന്നപ്പോൾ അമ്മ മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരമൊക്കെ തിളയ്ക്കാനായിട്ട് വെച്ചു. അതിനുശേഷം അമ്മ ഉള്ളി മൂപ്പിക്കാൻ നോക്കിയിട്ടോ. ഉള്ളിയൊക്കെ മൂപ്പിച്ച് വന്നപ്പോൾ മീൻ കൂട്ടാൻ്റെ സ്റ്റൈൽ തന്നെ മാറി. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു രീതിക്ക് എത്തിയത്. അങ്ങനെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് പപ്പടവും കാച്ചിട്ടോ. ഏട്ടൻ ഇവിടെ അടുത്താണ് കേട്ടോ വർക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് ഉണയിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.